So, ladies and gentlemen, I proudly announce Abhilash Pillai, World of Cinemas. അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് അഭിലാഷ് ഏട്ടാ, ഒരുപാട് ഏറ്റവും സ്നേഹവും നന്ദിയും ഈ ഒരു വേദിയിൽ അറിയിക്കുകയാണ്. ഒപ്പം ഹൃദയം നിറഞ്ഞ ഒരു കൈയടിയും ഒപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും കൂടി അദ്ദേഹത്തിന് ഈ ഒരു വേദിയിൽ നേർന്നുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ ലോഞ്ചിങ് ടൈറ്റിൽ ലോഞ്ചിങ്ങിലേക്ക് കടക്കുമ്പോൾ അവരെ വിളിക്കുന്നതിന് വേണ്ടി അഭിലാഷ് എന്നെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലോഗോ. എന്നെ ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ കാരണം, ഞാൻ എൻ്റെ എല്ലാ സിനിമകളും എഴുതുന്നത് ചോറ്റാനിക്കര അമ്പലത്തിലാണ്. അമ്മ തന്നെയാണ് എനിക്ക് എല്ലാ ശക്തി തന്നിട്ടുള്ളത്. പക്ഷെ സിനിമയിൽ എനിക്ക് ഇന്ന് എവിടെ ചെന്നാലും ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തിൻ്റെ എഴുത്തുകാരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ലോഗോയിൽ അയ്യപ്പനെ ഞാൻ വെച്ചത്. അപ്പം അയ്യപ്പൻ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തിനാണ് മുന്നോട്ടുള്ള സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം വലിയ സന്തോഷമുണ്ട്. ഒപ്പം ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുമ്പോൾ എനിക്ക് ധൈര്യം തന്ന, ഞാൻ കൂടെ നിൽക്കാം, ധൈര്യമായിട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുമെന്ന് പറഞ്ഞ് എന്നെ ധൈര്യം തന്ന ഒരാളാണ് അംജിത്ത്. അപ്പം അംജിത്തക്കയുടെ പ്രൊഡക്ഷൻ ഹൗസും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അംജിത്തക്ക ഈ വേദിയിൽ എൻ്റെ ഒപ്പം നിൽക്കണം. ഈ ഒരു ലോഞ്ച് സമയത്താണ് അംജിത്തക്കനെ വിളിക്കുകയാണ്. അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ് തേരി മേരി. അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നിവിടെ നടക്കും. ആ സിനിമയുടെ സംവിധായികയായിരുന്നു ആരതി. അപ്പം ആരതി ഞങ്ങളുടെ സുമതിവളം എന്നുള്ള സിനിമയിലും ഞങ്ങളുടെ ഡയറക്ഷൻ ടീമിൻ്റെയും സ്ക്രിപ്റ്റ് ടീമിൻ്റെയും ഭാഗമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കഥ ആലോചിച്ച് ഉർവശി ചേച്ചിയെടുത്ത് കഥ പറയാൻ പോകുമ്പോൾ ഉർവശി ചേച്ചിയെടുത്ത് ആദ്യം ഞാൻ ചോദിക്കുന്നത്, ചേച്ചി ഇങ്ങനെ ഒരു സംവിധായികയുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെട്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് ചേച്ചി ചെന്നൈ വരാൻ പറയുന്നതും പരിചയപ്പെടുന്നതും. അങ്ങനെ ഒരു 2-3 സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സിനിമ ഉറപ്പിക്കുന്നു. മുകേഷിനെ കാണുന്നു. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ആ സിനിമ ഓണാക്കുകയാണ് ചെയ്തത്. അപ്പം അതിനൊപ്പം കൂടെ നിന്ന ആളാണ് അംജിത്ത്. അപ്പം അംജിത്തക്ക് പറയാനുള്ളത് പറഞ്ഞു. എന്നിട്ട് നമുക്ക് അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ സംവിധായകയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ടൈറ്റിൽ അനൗൺസ്മെന്റിന് മുന്നേ വരുന്ന ഒരു എഴുത്തുകാരനാണ് ബിബിൻ. തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് ഒരു പ്രോമിസിങ് കഥാകൃത്തായിട്ടാണ് ബിബിൻ വരുന്നത്. അപ്പം ബിബിനെ ഞാൻ നിർമ്മിക്കുന്ന സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം ഞാൻ അതെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തില്ല. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇതായി. കാരണം എൻ്റെ ഒപ്പം അങ്ങനെ നിന്നാണ്, എൻ്റെ ഓരോ താഴ്ചയിലും ഉയർച്ചയിലും എൻ്റെ ഒപ്പം ചേർന്ന് നിന്നാണ് ബിബിൻ. പിന്നെ ഇതിൻ്റെ ഭാഗമെന്നല്ല, എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ എല്ലാ സിനിമകളുടെയും ഭാഗമായി, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളുണ്ട്. ഈ സിനിമയുടെ സംഗീത സംവിധായകനാവാൻ പോകുന്ന ആള് രഞ്ജിൻ രാജ്. തീർച്ചയായിട്ടും അവനെയും കൂടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മറ്റ് ഇതിൻ്റെ കൂടെ ഒരാളും കൂടെ നിർമ്മാണ പങ്കാളിയായിട്ട് അംജിത്തക്കയുടെ കൂടെ ഉണ്ട്, സിനീഷ് ചേട്ടനെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഇതിൻ്റെ ഉർവശി ചേച്ചി ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. പക്ഷെ ഉർവശി ചേച്ചിനെ അവിടെ ഇരുത്തിക്കും. നമ്മൾ അനൗൺസ് ടൈറ്റിൽ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചോളാം. ചേച്ചി അവിടെ നിന്ന് കണ്ടാൽ മതി. അതാണ്. അപ്പം ഇനിയും ഞങ്ങളുടെ ടീമിന്റെ ക്രൂ അഭിനയിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അത് ടൈറ്റിൽ ലോഞ്ചിന് ശേഷം, അതിന്റെ ടൈറ്റിൽ കാണിച്ചതിന് ശേഷം അവരെ വേദിയിൽ വിളിക്കാം. അപ്പം തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു ടൈറ്റിൽ ഇവിടെ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചപ്പം ഞാൻ വരാം അഭിലാഷ് എന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ജു ചേച്ചിയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയുടെ സമ്മാനിച്ചുകൊണ്ട് മഞ്ജു വാര്യർ ഈ ഒരു വേദിയിലേക്ക് എല്ലാവിധ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിങ് സെറമണിയിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ചേച്ചി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചത് അഭിലാഷാണ്. അഭിലാഷിൻ്റെ എത്ര വർഷമായി നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സജീവമായിട്ട് അഭിലാഷിൻ്റെ ഒരു ഒട്ടുമിക്ക സിനിമകളുടെ ചർച്ചകളിലും അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാനും അറിയാറുണ്ട്. എൻ്റെ അടുത്ത് പല കഥകൾ പറയാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പല വഴിക്ക് മാറിപ്പോകാറുണ്ട്. ഇപ്പോൾ വേറൊരു ചർച്ച നടക്കുന്നുണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഭിലാഷിൻ്റെ സിനിമയോടുള്ള ഇഷ്ടവും സിനിമ
ചെയ്യാനുള്ള ആഗ്രഹവും ഒക്കെ തുടക്കം തൊട്ട് കണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അഭിലാഷിൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഇന്നിവിടെ പൂർണ്ണമാവുന്നതല്ല, അതിനൊരു തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാനും സാക്ഷിയാവാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും. ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനും ഒരുപാട് പേരുടെ സിനിമാ സ്വപ്നങ്ങൾ സഫലമാവാൻ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു നിമിത്തമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അഭിലാഷിനും ഒപ്പം ഈ സിനിമയിൽ ആദ്യത്തെ പ്രൊഡക്ഷൻ വെഞ്ചറിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ന് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന, മനസ്സുകൊണ്ട് ആരാധിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഒപ്പം ഈ ചടങ്ങിൽ ഉർവശി ചേച്ചിയൊക്കെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ട് അന്തം വിട്ട് അത്ഭുതപ്പെട്ട് ആരാധിച്ച് ബഹുമാനിച്ച് വന്നിരുന്ന ഒരു വലിയ മഹാനടിയാണ്. അപ്പം ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് ഉർവശി ചേച്ചി. ഉർവശി ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഒരു അമ്പരപ്പാണ്. എന്താണ് അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഉർവശി ചേച്ചിയുടെ ഒപ്പം ഈ ഒരു സദസ്സിലെങ്കിലും ഇരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മുകേഷ് ഏട്ടൻ, ഇന്ദ്രൻ സർ, ഒരുപാട് പേര് എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു നല്ല ചടങ്ങിന് സാക്ഷിയാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു മഞ്ജു ചേച്ചി, താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. ആൻഡ് തീർച്ചയായിട്ടും ഇനി നിങ്ങളും ഒരുമിച്ചുള്ള പ്രൊജക്റ്റുകൾ മുന്നോട്ടുണ്ടാവട്ടെ എന്ന് കൂടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും. അല്ല, ഒരു കാര്യം പറയണം. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് കഥ പറയുന്നത് മഞ്ജു ചേച്ചിയുടേതാണ്. കടാവറ എന്നുള്ള സിനിമ ആദ്യം മലയാളത്തിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ആ സമയത്ത് മലയാള സിനിമയെ ത്രില്ലറിന് അത്ര നല്ല സമയമല്ലായിരുന്നു. അതുകൊണ്ട് മഞ്ജു ചേച്ചി എന്നെ ഉപദേശിച്ചു, നീ ഇത് തമിഴിൽ പോയി ചെയ്യുന്നതാണ്. അത് രാക്ഷസനൊക്കെ ഇവിടെ വലിയ ഹിറ്റായിരുന്ന സമയമായിരുന്നു. അങ്ങനെ ചേച്ചിയാണ് എന്നെ ഇവിടെ നൊന്തിത്തള്ളി തമിഴിലേക്ക് വിടുന്നത്. തിരിച്ച് ഞാൻ വീണ്ടും വന്നു, വീണ്ടും ഡേറ്റ് ചോദിച്ചു. ചേച്ചി ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സിനിമകൾ ഇങ്ങനെ മാറിപ്പോവാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം സ്വിച്ച് ഓൺ. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ സിനിമയുടെ ടൈറ്റിൽ ഇവിടെ റിവീൽ ചെയ്യാണ്. ചേച്ചി അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്യും. ഓക്കെ, റെഡി. So yes, the title മഞ്ജു ചേച്ചി ഇല്ല ഞാൻ തന്നെയാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ടൈറ്റിൽ is Pablo Party. Abhilash Pillai presents in association with Texas Film Factory and Ever Star Indian Pablo Party. So നല്ലൊരു കൈയടി. And also congratulations the entire team. അല്ല, നേരത്തെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഉർവശി ചേച്ചിയുടെ മകളുടെ ഒരു എൻട്രി, ഒരു ഏറ്റവും തുടക്കകാലത്ത് വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു സിനിമയാവട്ടെ. വലിയൊരു ലെഗസിയാണ് കുഞ്ഞാറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. നേരത്തെ പറയാൻ വിട്ടു. സോ താങ്ക് യു മഞ്ജു ചേച്ചി. ആൻഡ് ചേച്ചി സ്റ്റേജിൽ തന്നെ നിൽക്കുക. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ ചേച്ചി ആരാധിച്ച് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അല്ലേ, ഉർവശി ചേച്ചി. ഉർവശി ചേച്ചിനെ കൂടെ ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയം ആഗ്രഹിക്കുകയാണ്. ചേച്ചീനെ എല്ലാവിധ ബഹുമാനത്തോടും കൂടെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് സൂപ്പർ സ്റ്റാറുകളും, മലയാളത്തിന്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകളും ഒരുമിച്ച് നിൽക്കാനായിട്ട് കൂടി ഈ ഒരു വേദിയിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ റിക്വസ്റ്റ് ചെയ്തു. രണ്ടെണ്ണം നീ പെണ്ണ് പറഞ്ഞു, അതിൽ ഒരെണ്ണം കട്ട് ചെയ്താൽ മതി കേട്ടോ. പെണ്ണല്ലേ നീ, ഒരെണ്ണം
എനിക്ക് താല്പര്യം വേണ്ട. എനിക്ക് ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് വയ്യ. സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഭാരമാണ്. നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. ഇങ്ങനൊരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നതല്ല നല്ലത്. അതാന്നല്ല ഇപ്പം എന്നെ വിളിച്ചെന്താ ഒരുമിച്ച രണ്ടുപേരും കൂടെ ഒരുമിച്ച്. ഓക്കെ ഓക്കെ. ഞാനും മഞ്ജു സിനിമ അഭിനയിക്കാൻ ഇതുപോലെ തന്നെ കുറേ നാളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ട് അത് നടക്കാതെ ഇങ്ങനെ അല്ലേ. ശങ്കർ, നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കറാണ് ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞത്. ഭയങ്കര ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ, ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂരൊരു വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ 3-4 പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ഞാൻ. കുറച്ച് ആൽബം ഒക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആ വീട്ടിൽ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഋഷി ഇതിൻ്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റാണ്, നല്ലോണം ഡാൻസ് ചെയ്യും കേട്ടോ, ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ കണ്ണൊക്കെ നല്ലവണ്ണം വരച്ച് മഞ്ജു കൊച്ചിലെ. ഓ അത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് പറയുന്നത്. മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വരച്ചിരിക്കുന്നു വെച്ച് എല്ലാം വെച്ച് കുറേ ഫോട്ടോസ്. ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിനെ വായിച്ചിട്ടുണ്ട്. ഇല്ല, നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ ആരോ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ കുട്ടിക്ക് കേട്ടോ. അപ്പോൾ ഉറുഷി എന്ന് അവരോട് പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് IV ശശിയുടെ അടുത്തൊന്ന് പരിചയപ്പെടുത്താന്ന് പറഞ്ഞപ്പോൾ പോയി. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ജുവിൻ്റെ അടുത്ത്. എന്തായാലും വേറെന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത് അഭിലാഷ്? എന്തെങ്കിലും എന്താ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്? പ്രൊഡ്യൂസ് ചെയ്യാൻ കാശെന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടോ. പ്രൊഡ്യൂസ് ചെയ്യാൻ ചുമ്മാ ഇടാന്നേ വിചാരിച്ചു. ഇന്നലെ രാത്രി ഒരു 8 പവന്റെ മാല ഒരു എൻ്റെ തന്നിട്ട് പറഞ്ഞു, നീ എന്ത് വെച്ചാൽ പോയി ചെയ്തിട്ട് പണം ചെയ്തോളൂ അല്ലേ? ആ ശരിയാ കേട്ടോ. പക്ഷെ ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവൻ ചേട്ടൻ കഴുത്തിക്കുന്ന മാല ഒരു എൻ്റെ തന്നു. അപ്പൊ ഞാൻ പിന്നെ വേണ്ട, തൽക്കാലം കാശൊക്കെ ഉണ്ട്. അല്ല പക്ഷെ എന്താന്ന് പറയാമോ, ഈ 2 മാല കൊണ്ട് പ്രൊഡക്ഷൻ അവിടെ വെച്ച് നിർത്താനാണ് മുകേഷ് ചേട്ടൻ. അവിടെ വെച്ചത് ഈ മുകേഷ് ചേട്ടൻ എന്നെ പറ്റി കഥ പറഞ്ഞ കേട്ടല്ലോ നിങ്ങൾ. മുകേഷ് ചേട്ടൻ എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു. അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇത്. എല്ലാവരും എല്ലാ പടത്തിലും കാണും. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഉണ്ട് ഒരു പടത്തിന് കുറേ ആർട്ടിസ്റ്റ്. CBI ഡയറക്ടർ എന്നൊരു സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം. ആ സിനിമയുടെ കുറേ പേര്, ക്യാപ്റ്റൻ രാജേട്ടൻ, അവരിവരെല്ലാവരും ഉണ്ട്. അപ്പോൾ മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുന്നു. ഒരു പേനയും ഒരു പേപ്പറും എടുത്തു. അവൻ എന്താ മുകേഷ് ചേട്ടൻ അപ്പം എന്തെന്നാ എഴുതുന്നതെന്ന്. ഋഷി എല്ലാവരും എന്നെ കളിയാക്കുന്നു. ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതണം. ഋഷി കരുണ്ടേ നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ. അപ്പം എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നു, മുകേഷ് പാട്ട് എഴുതുന്നു, ഇവിടെ പാട്ട് എഴുതാനൊന്നും ആളില്ല, വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് വരും. നമ്മൾ ആര് പറഞ്ഞു മുകേഷ് ചേട്ടൻ അങ്ങനെ പറയും? പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത്? മുകേഷ് ചേട്ടൻ എഴുതും. മുകേഷ് ചേട്ടൻ എഴുതിയിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കും. ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്ത് വലിയൊരാളായിട്ട് നിൽക്കുക. അപ്പോഴീ ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു പോന്നു. പിന്നെയും ഞാൻ പറ്റിപ്പോകും. ശരി ഋഷി അപ്പം ഇങ്ങനെ എഴുതി. എന്നിട്ട് ഋഷിൻ്റെ കളിയാക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ കളിയാക്കത്തില്ല. തിരുനെല്ലിക്കാട് പൂത്തു തിന്നാൻ കിളി ഇറങ്ങി, കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ പറഞ്ഞു. ഒരു സൂപ്പറായിരിക്കുന്നു മുകേഷ് ചേട്ടാ. അയ്യോ നല്ല കറക്റ്റ് പ്രാസമൊക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ. പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കളി. എന്നിട്ട് അവരുടെ അടുത്തുകൊണ്ട് പേപ്പർ കാഴ്ച ഭയങ്കരയൊക്കെ അവരുടെ എക്സ്പ്രഷൻ കണ്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു. ഞാൻ പറഞ്ഞു മുകേഷ് ചേട്ടാ അവരെയൊന്ന് ഭാഗവയ്ക്കണം. മുകേഷ് ചേട്ടാ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഞാൻ ചേട്ടാ. അപ്പം ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. അവിടെയാണ് എൻ്റെ നാണക്കേട്. അപ്പം ഞാൻ ശരി ചേട്ടാ ഇങ്ങനെ പലരും
തിരുനെല്ലിക്കാട് പൂത്തു തിന തിന്ന. എന്തൊരു നല്ല ട്യൂൺ. ഞാൻ പറഞ്ഞു പോവാൻ എന്തൊരു നല്ല ട്യൂൺ ഇത്. ചേട്ടാ ഇത് സൂപ്പറായിരിക്കുന്നു ചേട്ടാ, നന്നായിരിക്കുന്നു. ആണല്ലേ ഉർവശി? ഇത് ഉർവശി വെച്ചോ, ആരെയും കാണിക്കല്ലേ, എനിക്ക് പരിഹാസം കേൾക്കാൻ വയ്യ ഉർവശി. നമ്മുടെ ഒന്നും കുടുംബത്തിൻ്റെ വാല്യൂ ആർക്കും അറിയണം. അപ്പം ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ടോ മുകേഷിൻ്റെ പാട്ട്? ഇല്ല, അവർക്കൊക്കെ അറിയാം കേട്ടോ. ബഹദൂറങ്ങൾ മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്, മുകേഷിൻ്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ. അപ്പം ഞാനിത് വെച്ചു. എന്നിട്ട് ഞാൻ തന്നെ തിരുനെല്ലിക്കാട് പൂത്തു തിന തിനായി സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് എറണാകുളത്തോട്ട് പോവുക വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന്. വണ്ടി കയറിയിരുന്നപ്പം നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ, അന്നത്തെ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പൻ്റെ വണ്ടിയാണ്. അപ്പം പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും, ഭയങ്കര സ്പീഡാണ്. ഇതിനോട് 5 മിനിറ്റ് പിന്നെ പറഞ്ഞു കുട്ടപ്പ പാട്ടിടുക. പാട്ടിട്ടു. കുറേ പാട്ടുകൾ ഇങ്ങനെ വന്ന് അടുത്തത് ഒരു പാട്ട് കാസറ്റാണ്. യേശുദാസും ഇതും ചേർന്ന് ആലപിക്കുന്ന ഗാനം എന്ന് പറഞ്ഞ് നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ. ദാസേട്ടനും വേറെ തിരുനെല്ലിക്കാട്. അയ്യോ, അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിലും എടുത്തോ എന്ന് ചോദിച്ചു. ഏത് പാട്ട് ചേച്ചി? ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് ചേട്ടൻ എഴുതിയ പാട്ട് ഇന്ന് സിനിമയിൽ വന്നിരിക്കുന്നു. ചേച്ചി ഇത് ജോഷി സാറിൻ്റെ പടത്തിലെ പാട്ട് മുകേഷ് ചേട്ടനും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ അല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പം കൈ കെട്ടിയിരുന്നെങ്കിൽ എങ്ങനെ അങ്ങോട്ടോട്ടല്ലോ ഇങ്ങനെ എടുത്തൊക്കെ നോക്കി എറിയണോ? എനിക്ക് മാനക്കേട് സഹിക്കാൻ വയ്യ. ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞില്ലേ ഈ പാട്ടിനെ കുറിച്ച്. 4-5 ദിവസം കഴിഞ്ഞ് പോകണം, വരുമ്പോൾ മുകേഷ് എന്നെ കാണണം അവിടെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്ത് പറഞ്ഞ് തോൽപ്പിക്കാം? അപ്പം ഒന്നും പറഞ്ഞ് തോൽപ്പിക്കാനൊക്കത്തില്ല. ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ്. സത്യത്തിൽ കാരണം ഹ്യൂമർ അവതരിപ്പിക്കുന്ന, സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മുകേഷ് ചേട്ടൻ അത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും 1 സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ അപ്പം പറ്റിക്കാനൊക്കത്തില്ല. ഞാൻ തോറ്റു പോവുകയാണ്. ഈശ്വര, ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണാൻ പറഞ്ഞു ചെന്നുടനെ ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടവിടെ മുകേഷിൻ്റെ ഓരോരുത്തർ പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ്, ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ്. അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അത് ഈ പടത്തിൽ മുകേഷ് ചേട്ടനുള്ളപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ മുകേഷ് ചേട്ടനുള്ള പടത്തിൽ അയ്യോ സൂപ്പറായിരിക്കും മുകേഷ് ചേട്ടൻ. കാരണം എന്താ പറയുക, ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ്. സത്യത്തിൽ കുറേ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും, നമ്മളെ തന്നെ പറ്റിക്കും, എന്നാലും കൂടെ നമ്മൾ കഥ കേട്ടു. അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷും അതെ ഞാനിപ്പം ഒരു പടം ചെയ്തു, അതിൻ്റെ റിലീസ് ഉടനെ ഉണ്ടാവും. പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആയിട്ടില്ല. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിന്. അഭിലാഷ് പെട്ടെന്ന് എന്നോട് വിളിച്ച് ചോദിച്ചു, പിന്നെ 2 ആഴ്ചയ്ക്ക് ചേച്ചി നമുക്കൊക്കെ പ്രൊഡക്ഷനും കൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ്. അപ്പോൾ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത സമയത്ത്, ചേച്ചി വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ നിന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു, ഇതിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് പടം എടുക്കേണ്ട ആവശ്യമുണ്ടോ, മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോരെ, ഇങ്ങനെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അല്ല, ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ടിരിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം എനിക്കറിയാൻ വയ്യ, കാരണം ധാരാളം നിർമ്മാതാക്കൾ ഇവിടെ വരണം, പ്ലാൻ ചെയ്ത് നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറയുന്നതാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ഇപ്പോഴേ ഞാൻ അറിയുന്ന അങ്ങനെ അല്ലെന്ന്. എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണോ എന്ന് വരും, ചേച്ചി വരണം, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് വിശ്വാസമുള്ളൊരു സ്ക്രിപ്റ്റിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ അതല്ലേ ശരിയായില്ല. അല്ലാതെ ഒരു കഥ പ്ലാൻ ചെയ്ത് ഇനിയിപ്പം നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നതിനെക്കാട്ടിലും അതുപോലെ ആരതി ഓരോ സെക്കൻഡ് എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അപ്പം തന്നെ വിളിക്കും, ചേച്ചി ഇതിനകത്ത് ഇങ്ങനെയും കൂടെ വന്നാൽ നന്നായിരിക്കും. അതുപോലെ ഓരോ ആർട്ടിസ്റ്റേയും ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു ഫിലിമായത്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴും മലയാളവും എന്നുള്ള ബൈലിംഗ്വൽ തന്നെ മനസ്സിൽ ചിന്തിച്ചതും 2ലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വെക്കാമെന്നുള്ളത്. പക്ഷേ ഇപ്പം മെയിൻ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ആയിരിക്കണം എന്നുള്ള കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ മുകേഷ് പേരായിട്ട് ചെയ്യുന്നു. അല്ല 4-5 വർഷത്തിന് മുമ്പ് ചെയ്തു എങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ. പക്ഷെ ഇത് അങ്ങനെ ഒരു സിനിമ ആവുമെന്നാണ് വിശ്വാസം. പിന്നെ മോള്
അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നല്ല കഴിവാണ്. എങ്കിൽ പോലും അതിനകത്ത് അവൾ അത് ഇടപെടാറില്ല. അമ്മ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റും ഇതുവരെയും പൂർണ്ണമായിട്ട് അവളിരുന്ന് കേട്ടിട്ടില്ല. അഭിലാഷ് എന്നോട് പറഞ്ഞു, ആരതി, ബിബിൻ ഇവരെല്ലാം കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഞാൻ അവളോട് പറയുന്നുണ്ട്. പിന്നെ ഈ ക്യാരക്ടറിന് വേണ്ട ചില പ്രിപ്പറേഷന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ് ആദ്യമേ പറഞ്ഞത് വേണം. അതുപോലെ ആരതിയും പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫിലിമിന് വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാം ഈ സിനിമയുടെ റിലീസും അതിനുശേഷവും നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണം എല്ലാം ഉണ്ടാവട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജു വാര്യർ എന്നെ സൂപ്പർ സ്റ്റാറായിട്ട് എന്നെ തുല്യമാണ്. അല്ല, അതൊക്കെ അത് വേറെ സബ്ജക്റ്റ് ആയിപ്പോയില്ലേ. ആദ്യം തുടങ്ങിയത് അതിൽ നിന്നായിട്ട് ഞാൻ അധികം ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു.